എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച മടുത്തെങ്കിൽ ഒരു ദിവസമൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇത് ഏത് കറിയുടെ കൂടെ കഴിക്കാം. ഇനി കറികളൊന്നും ഇല്ലെങ്കിലും ഇത് തനിയെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഹോൾസ് എല്ലാം വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് കറിയുടെ കൂടെ കഴിക്കാനും കറികളൊന്നും ഇല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.